കെ സുധാകരന്റെ കണ്ണൂർ സ്ഥാനാർത്ഥിത്വത്തിൽ അടിമുടി അനിശ്ചിതത്വം. സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് എ കെ ആന്റണിയുടെ ആവശ്യം സംസ്ഥാന നേതൃത്വം തള്ളി. സീറ്റ് നൽകരുത് എന്ന കടുത്ത നിലപാടിലാണ് വി ഡി സതീശൻ. മത്സരിപ്പിക്കാമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ ഉറപ്പിൽ നിന്ന് ഹൈക്കമാൻഡ് പിൻവാങ്ങി. സീറ്റ് നൽകില്ല എന്ന അഭ്യൂഹങ്ങൾക്കിടെ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് കെ സുധാകരൻ. ദില്ലിയിൽ നിന്നും നാളെ കേരളത്തിലേക്ക് തിരിക്കും. തർക്കങ്ങളിൽ തട്ടി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക വൈകുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, ഇനി പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കട്ടെ എന്ന നിലയാണ്. മധു, കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക ഇന്നിപ്പോൾ അർദ്ധരാത്രിയോടെ ഉണ്ടാകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പട്ടികയിൽ വലിയ മാറ്റം എന്ന് പറയുന്നത് കെ സുധാകരന്റെ പേര് കണ്ണൂരിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ്. നേരത്തെ കെ സുധാകരന്റെ പേര് കണ്ണൂരിൽ ഇല്ലാതെ ടി ഒ മോഹന് സ്ഥാനത്ത് നൽകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരുന്നത്. അതിനു പിന്നാലെ രാവിലെ വലിയ സമ്മർദ്ദമാണ് കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. പ്രത്യേകിച്ച് സ്വതന്ത്രനായി മത്സരിക്കും എന്ന നിലപാട് പങ്കുവച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരത്തിൽ കോൺഗ്രസിൽ അസംതൃപ്തരായ ആളുകളുമായി ആലോചനകൾ നടത്തി. വലിയ തരത്തിൽ അണികളുടെ ഭാഗത്തുനിന്ന് കണ്ണൂരിലും വിവിധ ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഉണ്ടായി. കൃത്യമായി തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന സന്ദേശം കെ സുധാകരൻ നൽകുകയും ചെയ്തു. അതിനു പിന്നാലെ രമേശ് ചെന്നിത്തല, എ കെ ആന്റണി അടക്കമുള്ള ആളുകൾ, നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. കെ സുധാകരനെ നിലനിർത്തുകയും അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടതിന്റെ ആവശ്യകത അടക്കം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയതുമാണ്. ആ ഘട്ടത്തിൽ ഒരു ഉറപ്പ് രമേശ് ചെന്നിത്തല ഭാഗത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ തൽക്കാലത്തേക്ക് ഒന്ന് പരസ്യ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മറ്റു നടപടികളോ ഇല്ലാതെ മാറി നിൽക്കാൻ തീരുമാനം എടുത്തത്. പക്ഷേ ഇപ്പോൾ തീരുമാനം ഇപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക എന്താണെങ്കിലും ഉടൻ ഇന്ന് രാത്രിയോടെ വരും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിൽ വീണ്ടും ടി ഒ മോഹന്റെ പേര് തന്നെ പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു. നേരത്തെ 5 മണ്ഡലങ്ങളിലാണ് തർക്കങ്ങൾ ഉണ്ടായത്. കണ്ണൂർ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിലേക്ക് തർക്കം മാറുന്നു. ടി ഒ മോഹന്റെ പേര് വീണ്ടും പട്ടികയിലേക്ക് വരികയാണ്. ഈ ഘട്ടത്തിൽ കെ സുധാകരൻ തന്റെ നിലപാട് വീണ്ടും കടുപ്പിക്കുന്ന കാഴ്ച കൂടി എന്താണെങ്കിലും ഇപ്പോൾ കാണാൻ കഴിയുന്നു. താൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന നിലപാട് വീണ്ടും കെ സുധാകരൻ ആവർത്തിക്കുകയാണ്. നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് എന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. പട്ടിക വരുമ്പോൾ തന്റെ പേര് കോൺഗ്രസ് പട്ടികയിലുണ്ടെങ്കിൽ താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കും, അതല്ല പട്ടികയിലില്ലെങ്കിൽ താൻ സ്വതന്ത്രമായി മത്സരിക്കും എന്നാണ് സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സുധാകരൻ ഇന്നിപ്പോൾ ദില്ലിയിൽ നിന്ന് വൈകിട്ട് കൊച്ചിക്ക് തിരിക്കാൻ ഇരുന്നതാണ്. പക്ഷേ നിലവിൽ തുടരുന്ന അനിശ്ചിതത്വങ്ങളുടെ ഭാഗമായി അദ്ദേഹം യാത്ര ഒഴിവാക്കി. ആ യാത്ര നാളെ വൈകുന്നേരത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. നാളെ വൈകുന്നേരം കൊച്ചിയിലേക്ക് കെ സുധാകരൻ എത്തും. അവിടുന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തി ഒരു വലിയ റാലിയായി അവിടുന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം കുറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കെ സുധാകരൻ ഒറ്റയ്ക്കാണോ അതല്ല എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒപ്പം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഒപ്പം അണികളെ ഒപ്പം നിർത്തി ഇത്തരത്തിൽ മത്സരിക്കാനുള്ള നീക്കം എന്നടക്കമുള്ള ആകാംക്ഷകൾ, അതിനുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും കോൺഗ്രസ് വലിയ ധർമ്മസങ്കടത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ പ്രധാന നേതാവാണ്, ക്രൗഡ് പുള്ളറാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവ് പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മലബാറിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അത് വലിയ പ്രചരണമായി മാറും. അത് വലിയ തരത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കും. ഒരുപക്ഷേ ജി സുധാകരൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള ആഘാതമായിരിക്കും കെ സുധാകരൻ സ്വതന്ത്രമായി മത്സരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നേതാക്കൾക്കറിയാം. പക്ഷേ അനുനയ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ടി ഒ മോഹന് സീറ്റ് പോവുകയാണെങ്കിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഒരുപക്ഷെ നാളെ വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കാനുള്ള സാധ്യതയാണ് കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ വലിയ പൊട്ടിത്തെറികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ സുധാകരൻ എന്താണെങ്കിലും വീണ്ടും സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാധു, ശരി. റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, കടുത്ത തീരുമാനത്തിലേക്ക് സുധാകരൻ വീണ്ടും എത്തുകയാണ്. ഈ സമവായ ശ്രമത്തിന് മുൻപ് എത്രമേൽ കടുംപിടുത്തം സുധാകരൻ ഉണ്ടായിരുന്നോ അതിലേക്ക് സുധാകരൻ വീണ്ടും എത്തുന്നു. മധു, കെ സുധാകരന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം രാവിലെ അനുനയ നീക്കങ്ങൾ നടക്കുന്നു, മാധ്യമങ്ങളിൽ പരിഗണിക്കപ്പെടുന്നു എന്ന വാർത്തകൾ വരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതീക്ഷയോടെ കെ സുധാകരൻ ദില്ലിയിൽ തന്നെ തുടർന്നത്. കണ്ണൂരിൽ മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹത്തിന് അനുകൂലമായ തീരുമാനം AICCയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു. ആ കണക്കുകൂട്ടലൊക്കെ തകർത്തുകൊണ്ട് ഇപ്പോൾ പട്ടിക ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആ പട്ടിക ഏത് നിമിഷവും പുറത്തു വരും എന്ന വിവരം കൂടിയാണ്. തന്നെ ഒഴിവാക്കുന്നു എന്ന ഒരു സംശയം കെ സുധാകരനുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സജീവമായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കെ സുധാകരൻ കടക്കുന്നത്. ഏതായാലും കെ സുധാകരൻ ഇനി വിട്ടുവീഴ്ചയില്ല, രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അനുനയ നീക്കത്തിന് രമേശ് ചെന്നിത്തലയും പിന്നാലെ എ കെ ആന്റണിയും ശ്രമം നടത്തിയെങ്കിലും മത്സരിക്കാൻ ഉറച്ച കെ സുധാകരൻ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും ഇല്ല എന്ന് തന്നെയാണ് കെ സുധാകരന്റെ ഭാഗത്ത്. സീറ്റ് നൽകണമെന്ന് പല നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ
കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഒടുവിലും അറിയാൻ കഴിയുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയാണ് പലവട്ടം വിളിച്ച് കാത്തിരിക്കൂ എന്ന് കെ സുധാകരനോട് പറഞ്ഞത്. പക്ഷേ ആ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ആ കാത്തിരിപ്പിൽ ഒട്ടും അനുകൂലമായ തീരുമാനം വരില്ല എന്ന സംശയത്തിലേക്ക് കെ സുധാകരൻ എത്തുകയാണ്. ഇന്ന് വൈകിട്ട് ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങാനിരുന്ന കെ സുധാകരൻ ആ യാത്ര ഒഴിവാക്കി ദില്ലിയിൽ തുടരുകയാണ്. ഇപ്പോഴും നേരിയ പ്രതീക്ഷ കെ സുധാകരന്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇതുവരെ ഹൈക്കമാൻഡിൽ നിന്നും ഒരു ഫോൺ കോൾ പോലും കെ സുധാകരന് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് KPCC ആസ്ഥാനത്ത് നിന്നും കെ സുധാകരനെ കണ്ണൂരിൽ ഓഫീസിലേക്ക് വിളിച്ച ചില രേഖകൾ ആവശ്യപ്പെട്ടതിനപ്പുറത്തേക്ക് മറ്റ് ഒരു തരത്തിലും കെ സുധാകരന് ഒരു വിവരങ്ങളും AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. രാവിലെ വിളിച്ച് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സീറ്റില്ല, MP മാർക്ക് അവസരമില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള അറിവും കെ സുധാകരന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.